BTS, K-pop, എമിനം, അതുപോലെ തന്നെ വൺ ഡയറക്ഷൻ, ബ്ലാക്ക് പിങ്ക്, ഇവരെ പോലുള്ള പേര് കേട്ട പ്രശസ്തിയുള്ള ഒരുപാട് മ്യൂസിക് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ പെർഫോമേഴ്സ്, സോളോ പെർഫോമേഴ്സും ഉണ്ട്, ബാൻഡും ഉണ്ട്. ഇവരൊക്കെ തലകുത്തി നിന്ന് ശ്രമിച്ചിട്ടും ഒരു ആളുടെ റെക്കോർഡ് ഇതേവരെ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇവർക്കൊന്നും ഫാൻസ് ഇല്ലാഞ്ഞിട്ടോ ഇവരുടെ കണ്ടൻറ്റ് നല്ലതല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല. ഒരു ലെജൻഡറി ആയിട്ട് ഉള്ള ഒരു മനുഷ്യൻ്റെ റെക്കോർഡ് 70 കൊല്ലം, അയാളുടെ മരണശേഷം ഉള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. പുള്ളിക്കാരൻ്റെ പല റെക്കോർഡും ഇതേവരെ ഇവർക്കൊന്നും ഒന്ന് തൊട്ട് നോക്കാൻ പോലും പറ്റാത്ത അത്ര ഹൈറ്റിലാണ്. അങ്ങനെ ലെജൻഡറി ആയിട്ട് ജീവിച്ച ഒരാളുടെ ലൈഫ് സ്റ്റോറിയാണ് മൈക്കിൾ എന്ന് പറയുന്നത്. ബയോപിക്കാണ് ഒബ്വിയസ്ലി. എത്രത്തോളം സിനിമ നല്ലതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു ഡൈ ഹാർട്ട് മൈക്കിൾ ജാക്സൺ ഫാനാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. നിങ്ങളൊരു നോർമൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചില ഇൻസിഡൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, അങ്ങനെ ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം സിനിമ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ലൈനിലാണ് പറഞ്ഞു പോകുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഫാമിലി എങ്ങനെയാണ് സിംഗിങ്ങിലേക്ക് വന്നത്, എങ്ങനെയാണ് ലോകം കണ്ടതിൽ വെച്ച് ഒരു ലെജൻഡറി പെർഫോമറായിട്ട് അദ്ദേഹം മാറിയത് എന്നുള്ളത്. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നുള്ള ആ ഒരു വിശേഷണം ഇത്രയും മാച്ചിങ് ആയിട്ട് വരുന്ന വേറൊരു ആൾ ഉണ്ടാകില്ല മ്യൂസിക് ഫീൽഡിൽ. സിനിമ ഈക്വലി അതിനോട് ക്യാപ്റ്റിവേറ്റ് ചെയ്യുന്ന വിഷ്വൽസാണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അത്രയ്ക്കും നല്ല മ്യൂസിക്കൽ എക്സ്പീരിയൻസുമാണ്. തീർച്ചയായിട്ടും ഞാൻ ഇതിൽ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണെന്ന് ഞാൻ പറയും. കാരണം അദ്ദേഹത്തിൻ്റെ തന്നെ ഏറ്റവും ബെസ്റ്റ് സോങ്സ് ആയിട്ടുള്ള ത്രില്ലർ, അതുപോലെ തന്നെ വേറെ ഒരെണ്ണം ഒരുപാട് സോങ്ങുകളുണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഈ 2 സോങ്സ് മേജർലി ഈ സിനിമയിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. റീക്രിയേറ്റ് ചെയ്ത വേർഷൻസും ആ ഒറിജിനൽ വേർഷൻസിൻ്റെ ആ ഒരു ഫീല് നഷ്ടപ്പെടാതെ അതേ ഡെപ്തോടെ തന്നെയാണ് അവർ റീക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അത്രയും നല്ല രീതിക്ക് തന്നെ പുള്ളിക്കാരൻ്റെ ആ ക്യാരക്ടർ ജാഫർ ജാക്സൺ, അതായത് പുള്ളിക്കാരൻ്റെ നെഫ്യൂ ആണ്. നെഫ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും മൈക്കിൾ ജാക്സൻ്റെ ചേട്ടൻ്റെ മോനാണ് ഇതിൽ മൈക്കിൾ ജാക്സനെ ആയിട്ട് വന്നിരിക്കുന്നത്. ആ ഒരു പെർഫോമൻസ് ചെയ്തിരിക്കുന്നത് പുള്ളി അസാധ്യ പെർഫോമൻസ് ആയിരുന്നു. അവിടെ ഇവിടെയൊക്കെ ആ ഒരു റിസംബ്ലൻസസ്, എക്സാക്ട്ലി പുള്ളിയെ കോപ്പി ചെയ്ത് പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്. ബ്രൂസ്ലിയെ കോപ്പി ചെയ്യാൻ ശ്രമിച്ചത് എങ്ങനെ ഇരിക്കും അതുപോലെ ഇരിക്കും അത്. പക്ഷേ എന്നാലും ഒരു 100% എഫേർട്ട് ഇട്ട് മൈക്കിൾ ജാക്സനെ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ദ എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂ, പിന്നെ ആ ആക്ടറും നല്ലപോലെ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം ആ ഒരു സ്ക്രീനിൽ കാണുന്ന പെർഫോമൻസിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് ആ ഒരു മ്യൂസിക്കൽ ഷോസിൽ, അതെങ്കിൽ ആ ഒരു വിഷ്വൽ കാണുമ്പോഴത്തേക്കും നമുക്ക് അതേ ഫീലായിരിക്കും. ആ ഒരു കോൺസേർട്ടിൻ്റെ നടുക്ക് നിൽക്കുന്ന ആ ഒരു ഫീലിൽ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഇതിൻ്റെ ഒരു സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് ത്രൂ ഔട്ട് ദ മൂവി കിട്ടുന്നുണ്ട്. ആർട്ട് വർക്ക് നല്ലതാണ്, സിനിമാറ്റോഗ്രഫി അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ CGI ചില സ്ഥലങ്ങളിൽ നല്ലതായിരുന്നു. ചില സ്ഥലങ്ങളിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടച്ച് നമ്മൾ പറയുമല്ലോ, ഈ ആൾക്കാരുടെ പ്രായം കുറയ്ക്കാൻ നോക്കുക, ഫേഷ്യൽ എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു റെസംബ്ലൻസ് കൂട്ടാൻ നോക്കുമ്പോൾ ഒരു ഇഷ്യൂ, അത് ഇതിൽ നല്ലപോലെ ചില സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സിനിമ പേഴ്സണലി ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ്റെ ലൈഫിലെ ചില ക്രിട്ടിക്കലായിട്ടുള്ള ചില ഈവൻസ് ഉണ്ട്, ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ. ഈ സിനിമയിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ആളുകൾ പ്രതീക്ഷിച്ച് വന്ന അതായിരുന്നു. പുള്ളി അതിനെ എങ്ങനെയാണ് ഇമോഷണലി, അല്ലെങ്കിൽ പുള്ളിക്കാരൻ എങ്ങനെയാണ് അതിനോട് പേഴ്സണൽ ലൈഫിൽ അത് എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്തത്, പുള്ളി എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തതെന്നൊക്കെ കാണാനാണ് കുറേ പേര് വന്നത്. പക്ഷേ അവർ ഡിസപ്പോയിൻ്റ് ആയിപ്പോയി. പേഴ്സണലി എനിക്ക് അത്രയ്ക്ക് ആ ഒരു ഡെപ്തിൽ ആ ഒരു ഇഷ്യൂസിനെ പറ്റി വലിയൊരു അറിവില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അത് പ്രതീക്ഷ വന്നവർ വല്ലാതെ ഡിസപ്പോയിൻ്റ് ആയിപ്പോയി. മൈക്കിൾ ജാക്സനെ പോലെ ഉള്ള ഒരാൾ, പുള്ളിക്കാരൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ, പേഴ്സണൽ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് ആൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പല ക്രൈസിസും, ഡ്രഗ് ഇഷ്യൂസ്, സെക്ഷൽ അബ്യൂസസ്, അങ്ങനെ പല എന്താ പറയുക കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും ഇഷ്യൂസും ഒക്കെ ആളുടെ ലൈഫിലുണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാലും പുള്ളിക്കാരൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് സെല്ലിംഗ് ആൽബം എവർ പുള്ളിക്കാരൻ്റെയാണ് ദ ത്രില്ലർ എന്ന് പറഞ്ഞിട്ടുള്ളത്.
ഒറ്റ രാത്രിയിൽ 8 ഗ്രാമി അവാർഡ്സ് കിട്ടിയ ഏക സിംഗർ, ഏക സോളോ പെർഫോമറാണ് പുള്ളിക്കാരൻ. ടിൽ ഡേറ്റ് 60 വർഷം കഴിഞ്ഞിട്ടും ആ റെക്കോർഡിന് വേറെ ഒരു മാറ്റവും വന്നിട്ടില്ല. വേറെ ഒരുത്തനും അതിൽ കൈവച്ചിട്ടുമില്ല. കൂടുതൽ ആളുകൾ ടെലിവിഷൻ പ്രീമിയർ ചെയ്ത മ്യൂസിക് വീഡിയോയും പുള്ളിയുടെ പേരിൽ തന്നെയാണ്. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ആൽബം പുള്ളിയുടെ പേരിലാണുള്ളത്. അങ്ങനെ ഇതിപ്പോൾ ലിമിറ്റഡേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ ക്രിയേറ്റ് ചെയ്തേക്കുന്ന റെക്കോർഡുകളൊന്നും ഇന്നും ആർക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനിയും ചിലപ്പോൾ ഒരു 50 കൊല്ലം എടുക്കും ആർക്കെങ്കിലും അതുപോലൊരു റെക്കോർഡ് ഇടാൻ വേണ്ടിയിട്ട് തന്നെ. അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു അവസാനം ആൾക്ക് ഉണ്ടായി. അത് ഒരുപാട് പേർക്ക് ദുഃഖകരമാണ്. ഇപ്പോഴും ഈ ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് മനസ്സിലാവും. സിനിമയുടെ അവസാനം ഏറ്റവും എൻഡിൽ സ്റ്റോറി കണ്ടിന്യൂസ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോഴും ആ കഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ഒന്നും അത് അവസാനിക്കാനും പോകുന്നില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ആൾ എന്ത് തന്നെ ആയിക്കോട്ടെ, പേഴ്സണൽ ലൈഫിൽ മോശമാകാം നല്ലതാകാം എന്തോ ആയിക്കോട്ടെ, പക്ഷേ അയാൾ ചെയ്തിരുന്ന കാര്യത്തിൽ അയാളായിരുന്നു പീക്ക് ഓഫ് പോയിൻ്റ് എന്ന് പറയുന്നത്. അയാൾ ചെയ്തിരുന്ന ആ ഒരു വർക്കിൽ ഹി വാസ് ദ ബെസ്റ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അതിൽ ഒരാൾക്കും ഒരു ഡിബേറ്റും ഇല്ല, ഒരാൾക്കും ഒരു കോൺട്രവേഴ്സി അതിൽ പറയാനില്ല. ബിക്കോസ് ഹി വാസ്. അതാണ് സത്യം. ഓക്കെ.